നമുക്കേ ഒരു കോവയ്ക്ക വള്ളി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് കൂടെ ഒന്ന് കെട്ടിവിടാൻ ഞാൻ കുറേയായിട്ട് കാത്തിരുന്ന് കിട്ടിയതാ. അയ്യോ പപ്പു ചൂടുണ്ടോ? പപ്പു എന്നെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ തൽക്കാലമല്ലേ ഒന്ന് വളർന്ന് കുറച്ചാവണ വരെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു പന്തലിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് വളരെയോ വളരില്ലേ നോക്കണ്ടേ. ഏട്ടനാണെങ്കിലോ ഈ തെങ്ങിൻ്റെ ചോട്ടിൽ നിൽക്കണത് ഇഷ്ടമല്ല, പേടിയാണ് കേട്ടോ. തേങ്ങ ഉണ്ടോ, തേങ്ങയും പട്ടയൊക്കെ നിൽക്കുന്നത്. ഞാനത് കുഴിച്ചിട്ടത്, അതവിടെ രണ്ടെണ്ണം കുഴിച്ചിട്ട് അവിടുത്തെ ഉണ്ടായില്ല, ഇവിടെ ഉണ്ടായി. ഇതാണ്ട. അപ്പോൾ അത് വള്ളി വലിച്ചു വിട്ടാലേ ഉണ്ടായിക്കഴിഞ്ഞാൽ പരീക്ഷ തുടങ്ങിയേ. ഓ അമ്മുട്ടിക്ക് പരീക്ഷ തുടങ്ങി, അച്ചുവിന് തുടങ്ങി. ഓ ഒരു കോവയ്ക്ക വള്ളിയേ ഇതാ ഈ സൈഡിൽ നട്ടു കൊടുത്തതാ, അത് മാത്രം ഉണ്ടായി. ഇവിടെ തെങ്ങിൻ ചോട്ടിലുണ്ടാക്കിയത് ഉണ്ടായില്ല. അപ്പോൾ ഉണ്ടാവുകയാണ് പറഞ്ഞാൽ ഒരു കൊല്ലം കോവയ്ക്ക ഇല്ല. ഇനി ഒന്നും ഇങ്ങോട്ട് വലിഞ്ഞു കഴിഞ്ഞിട്ട് പന്തലിട്ട് കൊടുക്കണം പറഞ്ഞിട്ടാണേ. കുറച്ച് നീളം വന്നു മത്സരടുത്തി. നനയ്ക്കണം, നനച്ചാലേ ഉണ്ടാവുള്ളൂ. കുറച്ച് മത്തൻ്റെ ഇത് ഇങ്ങനെ കുറച്ച് വലുതായി വന്നിട്ടുണ്ട്. ഈ കോഴികൾ ജനക്കുകയാണേ, ഉണ്ടാവാനേ അയക്കണില്ല. കോഴികളുള്ളടത്ത് എന്തെങ്കിലും നട്ട് വളർത്താ പറഞ്ഞാൽ അത് പറ്റണ്ടേ. എന്താ കൂട്ടാൻ വെച്ച്? ഞാൻ വെച്ചിട്ടില്ല, വെക്കാൻ പോണേ ഉള്ളൂ. ഇതുണ്ടോ നമ്മുടെ മത്തൻ്റെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇതാണ്ടോ, ഇത് മത്തൻ്റെയാണ്. ഇത് അവിടെ ഉണ്ടായിട്ടുണ്ട്, കണ്ടില്ലേ? മത്തൻ വിത്തിട്ടതാണ് കേട്ടോ. ഇവിടെയൊക്കെ ഉണ്ടായി. ഇവിടെ ഉണ്ടായി കഴിഞ്ഞ് വെച്ചാൽ നമുക്ക് ഇങ്ങനെ പടർത്തി വിടാലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ഉണ്ടാവുമോ എന്നൊക്കെ അറിയില്ല കേട്ടോ. അത് കൂട്ടത്തോടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതവിടെ ഇവിടെ കൈപ്പയ്ക്കയുടെ അവിടെ വെട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടോ ആ സൈഡിൽ? ഇത് നമ്മുടെ കയ്പവള്ളിയാണ് കേട്ടോ. ഇത് കൈപ്പവള്ളിയാണ്. അതൊക്കെ ഇതാണ്ട, ഇതൊക്കെ കൈപ്പവള്ളി കാണുന്നില്ലല്ലോ. എന്താണെന്നറിയോ, ഇടയിൽ കൂടെ കൊണ്ടുവന്ന് വെക്കുന്നത് എന്തിനാണെന്നറിയോ? ഇടയിൽ കൂടെ കൊണ്ടുവന്ന് വെച്ചാലാണ് നമ്മുടെ കോഴികൾ എടുക്കാതിരിക്കുള്ളൂ. ഇല്ലെങ്കിൽ കോഴികൾ എടുക്കും. സുകന്യയെ കഴിഞ്ഞാ അപ്പം നമുക്കിന്നില്ലേ കൂട്ടാൻ വെച്ചിട്ടില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എന്താന്നിപ്പോൾ കൂട്ടാൻ വയ്ക്കുക? ഇതൊന്ന് രണ്ടില മുരിഞ്ഞ ഒടിക്കട്ടെ. അപ്പോൾ മുരിഞ്ഞ കൂട്ടാൻ വെക്കാമല്ലോ. സ്രാവ് മീൻ ഇന്നലെ വറുത്തതുണ്ട്, മുരിഞ്ഞ വെച്ചാൽ പോരെ? ചോറുണ്ടല്ലോ അല്ലേ? ചോറ് വെക്കണം, ഇന്നലത്തെ പോലെ ആവുമോ? 2 നാഴി വെക്കാം. വേണ്ട, അത് ഇന്നലെ അമ്മു കഴിച്ചില്ലല്ലോ, കിച്ചു കഴിച്ചില്ലല്ലോ. കുഞ്ഞുണ്ണി മത്സരമായിട്ടോടെ കളിക്കാൻ പോയിക്കാണ് സ്വത്തുട്ടൻ്റെ കൂടെ. അപ്പം ഞാൻ ഇവിടേക്ക് ഇറങ്ങട്ടെ. ഇവിടെ നമ്മൾ ദിവസം തുടയ്ക്കണ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ മുരിഞ്ഞ ഉണ്ടായിരിക്കുന്നത്. ഇത് നമുക്ക് ആവശ്യത്തിന് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. ലൂസ് മണ്ണായിട്ട് കോഴികൾ ഇറങ്ങിയിട്ടാട്ടോ ഇങ്ങനെ. അല്ലെങ്കിൽ ലൂസ് മണ്ണായിട്ടാണ് നമ്മളിത് തഴച്ച് വന്നിട്ട് ആദ്യമായിട്ടാട്ടോ അത് പൊട്ടിക്കണത്. അപ്പോൾ ഇതാ കുട്ടികൾക്ക് മുട്ടായി കൊടുക്കണ്ടേ. ഇത് മുരിഞ്ഞ കൂട്ടാനൊക്കെയാണ് എന്ന് വെച്ചാലേ കുട്ടികൾക്ക് അത്ര വലിയ കുഴപ്പമില്ല കേട്ടോ. മുരിഞ്ഞി മുതിരിയും ഒക്കെ ഇട്ടിട്ട് നമ്മൾ കൂട്ടാൻ വെക്കില്ലേ. അവിടുത്തെ പണി കഴിഞ്ഞ് കെട്ടുമാറപ്പ് കേട്ട് വരുന്നുണ്ട്. ഞാനുണ്ടല്ലോ, ഇതാ നോക്കി നോക്ക്.
കൊട്ട വീഴാൻ തുടങ്ങിട്ടോ. ഇനി കനാലിക്ക് ഇറങ്ങിയ സുഖമായിരിക്കേ. ചകിരി ചിരട്ട കത്തണ പോലെ കത്തിട്ടോ ഈ സംഭവം. അതാ കനാൽ കൂടെ ഇഷ്ടം പോലെ കിടക്കണ്ടേ. നാളെ പോയിട്ട് അത് പെറുക്കണം. ആ ഭാഗത്ത് കൂടെ ഇഷ്ടം പോലെ ഉണ്ട്. കൊട്ട ഉണ്ടോ? കൊട്ട പിന്നെ പിടിക്ക്, ഞാൻ കയറട്ടെ. വീഴുന്നു. വീഴ്ത്തരുത് കേട്ടോ സുകന്യെ, വീഴ്ത്തരുത് കേട്ടോ അറിയ. ഇതാണ്ടോ ഇരുളും കൊട്ട. ഇതിലൊരു കായ ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. ഇത് പക്ഷേ തീ കത്തിക്കാൻ സുഖമാണ്. നല്ല രസം തിന്നാൻ. സുകന്യക്ക് വേണത് ഞാൻ കഴിച്ചിട്ടുണ്ട് അത്. അതിൻ്റെ ഉള്ളിലൊരു പരിപ്പ് പോലത്തെ ഒരു സാധനം ഉണ്ടാവും. ഞങ്ങൾ ഇന്നില്ലേ ചപ്പാത്തിയും കടലക്കറിയാണ് രാത്രി. ഇത് പറഞ്ഞതാണ് കേട്ടോ. കറി കടലക്കറി ഇഷ്ടോ എന്തെങ്കിലും ഉണ്ടാക്കാന്ന് ചോദിച്ചാ മുരിങ്ങ ചപ്പാത്തി ഉണ്ടായിക്കോളും. അതെങ്ങനെ ഉണ്ടാവും? മുരിഞ്ഞയുടെ ഇട്ടിട്ട് ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കും. നല്ലതാ. ചപ്പാത്തി ഉണ്ടാക്കണമെങ്കിൽ ചപ്പാത്തിയും മുരിങ്ങയിലൊന്നും കുഴപ്പമില്ലല്ലോ. ബൂരി ഉണ്ടാക്കാം. ഇനി നാളെ ഉണ്ടാക്കാം ബൂരി. ബൂരി നിൽക്കണ്ട. ചപ്പാത്തി ആണെങ്കിൽ 2 തിന്നും. എന്താ ചേട്ടാ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങൾ തിന്നും. എനിക്ക് വേണ്ട. എണ്ണയിൽ മരിച്ച് അത് തിന്ന് വെള്ളത്തിൽ മരിച്ച പറ്റില്ലല്ലേ. അത് തിന്നു കഴിഞ്ഞാൽ ആകെ ഒരു അന്തംവിടലാണ്. അന്തമില്ലാത്തവർക്കാണ് അന്തം വിടുക. നമ്മക്കൊന്നും ഭൂരിന് പോലും തോന്നില്ലല്ലോ അല്ലേ? അതന്നെ പറഞ്ഞേ, നിങ്ങൾക്കത് ഉണ്ടാവില്ലാന്ന്. എനിക്കത് അങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നുണ്ടല്ലോ നിങ്ങൾക്ക് അല്ലേ? ഇന്ന് ബുധനാഴ്ചയല്ലേ ഇന്ന്? പിന്നെ ഞാനൊരു വീഡിയോ ഗുരുവായൂരിൽ എന്താ കഞ്ഞി ഈ ഉത്സവത്തിനോടനുബന്ധിച്ചിട്ട് അവിടെയുള്ള ആൾക്കാർക്ക് ഫുള്ള് അവിടെ നിന്ന് അത്ര ഗുരുവായൂരിൽ നിന്ന് അത്ര ഭക്ഷണം കൊടുക്കാത്ത കഞ്ഞി പുഴുക്കൊക്കെ അത് കണ്ടപ്പോൾ സത്യം പറയാ കുടിക്കാൻ തോന്നിയിട്ടോ. അത് നല്ല ഇങ്ങനെ വെന്ത കഞ്ഞിയില്ലേ, ആ കഞ്ഞിയും പുഴുക്കും ചെത്തുമാങ്ങ അച്ചാറും ഒക്കെ. എൻ്റെ കിച്ചുവാണ് പറയുക. ഞാൻ അച്ചാറിടുമ്പോൾ പറയുക അമ്മ അച്ചാറിടുമ്പോൾ ഗുരുവായൂരത്തെ അച്ചാർ പോലെയാണ് പറയും. പക്ഷെ നമ്മൾ ഉണ്ടാക്കണ ആ ടേസ്റ്റ് കിട്ടില്ല. അവിടുത്തെ ടേസ്റ്റ് വ്യത്യാസമല്ലേ. എനിക്ക് സത്യം പറയുക നല്ല കൊതി വരുന്നുണ്ട്. ഇനിയിപ്പോൾ പോകാനും പറ്റാത്തൊരു സാഹചര്യമല്ലേ അല്ലേ? അപ്പോഴേക്കും പോവേണ്ട സമയമാകുമ്പോഴേക്കും പൂര വേലയൊക്കെ കഴിയും പറഞ്ഞല്ലേ. ഓരോരുത്തരും ആദ്യമൊന്നും ഇങ്ങനെ വീഡിയോയിൽ കണ്ടിരുന്നില്ല. ഞാനിങ്ങനെ ഗുരുവായൂരത്തെ കാണും കേട്ടോ. ദിവസം ഗുരുവായൂരമ്പലത്തിൽ രാവിലത്തെ ഗുരുവായൂരപ്പൻ്റെ ഇതുണ്ടാവില്ലേ, അണിയിക്കൽ ഉച്ചയ്ക്കുള്ളത്. അപ്പോൾ അതിങ്ങനെ കാണാൻ നല്ല രസമല്ലേ, ഇങ്ങനെ കാണാം. അപ്പം ഇന്ന് കഞ്ഞി കണ്ടപ്പോൾ എനിക്ക് വയ്യ. മുതിരി ഇടിച്ചക്കിയും ഓരോ ദിവസം ഓരോന്നത്രേ. രസകാളൻ നമ്മൾ മത്തട്ടിട്ട് മോര് കൂട്ടാൻ വെക്കില്ല ചേട്ടാ, അതേപോലെ തന്നെ. പക്ഷെ അവരുണ്ടാക്കുന്നത് നമ്മളുണ്ടാക്കുന്ന വ്യത്യാസം കേട്ടോ നല്ല രീതിയിൽ. നമ്മൾ മുളക് പൊടിയല്ല കേട്ടോ, ഇതാ പച്ചമുളക്, ചെറിയുള്ളി, വെളുത്തുള്ളി 2 മണിക്കുരുമുളക് കൊടുത്തേട്ടോ. നിങ്ങൾ ഇടാറുണ്ടോ? ഞാൻ ഇടാറുണ്ട്. കടുക്കെടുക്കുന്നത് കുരുമുളക് നല്ല അറിയാം. അത് അടുത്ത വീട്ടിൽ ചേച്ചി വർത്താനം പറയാൻ വന്നിരുന്നേ. അപ്പോൾ ഒന്ന് അവരുടെ അടുത്ത് വർത്താനം പറഞ്ഞു. കുക്കറിൽ പരിപ്പ് അടുപ്പത്ത് വെച്ചു കേട്ടോ. ചോറിന് വെള്ളം തിളച്ചു. 2 മണിക്കുരുമുളക് പോവാ. പരിപ്പ് കഴിക്കണോ? വിശക്കുണ്ടോ നമ്മുടെ കുട്ടിക്ക്? എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ? പഠിച്ചു വന്നോ? ഹിന്ദി എളുപ്പമുണ്ടായിരുന്നോ? ചോദ്യങ്ങളൊക്കെ നല്ലതായിരുന്നു. അച്ഛൻ പറയണ പോലെ ഉത്തരങ്ങൾ മാത്രമായിരുന്നു മോശം. മഞ്ഞപ്പൊടി അതാ വണ്ടി അങ്ങോട്ട് ബൈപ്പാസ് കൂടെ അപ്പുറം കൂടെ പോട്ടെ, ഹൈവേക്കൊന്നും കയറണ്ട. വെള്ളം നല്ല കുടിച്ചോ? വാങ്ങിയോ? നമ്മുടെ മുരിങ്ങക്കൂട്ടാൻ എളുപ്പമാണല്ലേ വെക്കാൻ. പിന്നെ മുരിങ്ങയല്ലേ എളുപ്പം. എന്താ അമ്മക്കുട്ടി കുഞ്ഞുണ്ണിക്ക് ഇന്നലെ കുമ്മാട്ടിക്ക് പോയപ്പോ വാങ്ങിയതാ.
അനക്കെപ്പോഴാ വണ്ടി വാങ്ങി? ഇതാ സ്രാവ് മീൻ കേട്ടോ, അച്ചാറും ഉണക്കൽസ് മക്കൾസ്. ഉണക്കൽസ് അല്ലേ? അത് മതി കുഞ്ഞു. എന്നാ ചായേ ഏയ് പൊരി കിട്ടിയോ? ബാ അമ്മ ഇതാ. അത് പുളിപ്പുള്ള തിന്നോ? ഓ മാങ്ങപ്പരാന്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അമ്മ അമ്മയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം തരൂടി പൊന്നേ അത് കൊടുക്കുന്ന ഓ വാങ്ങണ്ടില്ലതൊക്കെ വാങ്ങിയതപ്പോഴേക്ക് അതെടുത്തോ കുട്ടി, അലമാരുടെ ഉള്ളിൽ എന്താ നിധി ഉണ്ടോ? അതെടുത്തോ ഒത്തേ. അയ്യോ അയ്യോ അച്ഛൻ പിടിച്ചു. അപ്പൊ മാങ്ങണ്ടി ഇല്ലതല്ലേ ഇത്? മാങ്ങണ്ടി ഇല്ലാത്തതില്ല, ഇത് തിന്നൂടെ? ഇതിനെന്താ പ്രത്യേകത? എങ്ങനെ എടുക്കുക ഇനി? അതെടുത്തോ കുട്ടി, അതെടുത്തോ. അതാ കളഞ്ഞു, അച്ഛ കളഞ്ഞു. അതാ എടുക്കും. ഓ രണ്ടും വേണോ? ആ അത് ശരി, മിടുക്ക. എന്തേട്ടാ? ഒന്ന് വെറുതെ അല്ലേ മാങ്ങ ഒരു പൊളി കൊടുത്തപ്പോ വാങ്ങായിരുന്നു, 2 പൊളി മാത്രമേ. രണ്ടും വേണമെന്നോ? എന്താ വെന്നറിയോ? ചായ വേണം പറഞ്ഞിട്ട് കിച്ചു പിന്നെ ചോറുണ്ടോ? പരിപ്പ് സാദം എങ്ങനെ ഉണ്ടാവും? എന്നാവും എൻ്റെ ഒരു ഫേവറേറ്റ് കറി പറയില്ലേ, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറി മുരിങ്ങ. ഇതാടെ ഉണ്ണി ഇവിടെ ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടേ ഞാനില്ലേ വൈകുന്നേരം ആകുമ്പോഴേ എവിടേക്കെങ്കിലും ഒന്ന് എന്താ ഡ്രസ്സ് എടുക്കാൻ നെയ്റ്റി എടുക്കാൻ പോകണം പറഞ്ഞിട്ട് കുറേ ദിവസമായിട്ടോ നെയ്റ്റി എടുക്കാൻ പോകണം വിചാരിച്ചാണേ. പക്ഷെ സത്യം പറയുകച്ചല്ലേ അന്ന് എന്നും ഇല്ലാത്ത തിരക്കായിരിക്കും. ഞാൻ പുറത്ത് പോകണം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എന്താ നടക്കുക? സമയമുണ്ട്, തിരക്കെല്ലാം ഒഴിഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ എന്നിട്ട് വേഗം വീഡിയോ എടുക്കല് കഴിയട്ടെ എന്ന് വിചാരിക്കും. അവയ്ക്കും വെറുതെ പൂരത്തിന്റെ വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടിട്ടേ. എന്തെങ്കിലുമൊക്കെ വിശേഷം പറയാലോ, കാണുമ്പോഴല്ലേ പറയാൻ പറ്റും. അല്ല ഈ വിശേഷം പറയുന്നതിന് കുറ്റം പറയല്ലാട്ടാ. നമ്മൾ ഇനിയിപ്പോൾ 7 മണി കഴിഞ്ഞു കേട്ടോ, 8:30 വരെ ഉണ്ടാവും തോന്നുന്നുണ്ട്. വേഗം പോയി എന്താ വെച്ചാൽ നോമ്പിൻ്റെ പോണെന്ന് കുറേ 20 ഞാന് കുഞ്ഞാ 10-20 നോമ്പായടാ. ഇനി ആകെ കുറച്ച് നോമ്പുള്ളൂ. എന്താ നീ കണ്ടറിന്? അപ്പൊ നീ അവിടെ വന്ന് കിടന്ന് ഞാൻ വിളിച്ചെണ്ണിപ്പിക്കേ. ഇവിടുന്ന് കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവച്ചാൽ മതി അവിടെ കിടക്കുമ്പോ. ഏട്ടാ ഞാൻ എടുക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയണേ. എന്താ ഞാൻ എടുക്കാൻ സമ്മതിക്കാത്ത ചോദിക്ക്? എന്താ ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു ഞാൻ എടുക്കാം, ഞായറാഴ്ച നമുക്ക് 2 പേർക്കും പാടെ എടുക്കടാന്ന് പറഞ്ഞു. പോരെ ദിവസം 10 ഇനിയും കിട്ടും പോരെ? എന്താ നമുക്ക് പറ്റാതെ ചെയ്യാലൊന്നും കുഞ്ഞാ നോമ്പെടുക്കാൻ പറ്റില്ലേ? അപ്പൊ മരുന്ന് കഴിക്കണം കൂടെ. ഇതെന്താണെന്നറിയോ, ഞാൻ ഇവർക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇങ്ങനെ നോമ്പെടുത്ത് കാണിച്ചു കൊടുത്തില്ലേ. അപ്പൊ പ്രാവശ്യം 2 പേർക്ക് കിച്ചൂലും കുഞ്ഞിനെ നോമ്പെടുക്കാൻ ഭയങ്കര ആവേശം കേട്ടോ. അമ്മ നോമ്പെടുക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പം എന്തായാലും എന്താ നോമ്പെടുക്കാൻ പറ്റെങ്കിൽ എടുക്കണം, ഇല്ലെങ്കിൽ കുട്ടികൾ ഇപ്പം ഇന്ന് രാവിലെ നീച്ചിട്ട് നോമ്പെടുക്കുകയാണ്, ഞാൻ ചായ കുടിച്ചിട്ടില്ല പറഞ്ഞു. എൻ്റെ കുട്ടി നോമ്പെടുക്കുമോ? ഇല്ല. രാത്രി കഴിച്ചിട്ട് ഒന്നും കഴിക്കില്ല. ഇങ്ങോട്ട് ഞാൻ ഇരിക്കാൻ പറ്റുമോ വൈകുന്നേരം വരെ? അമ്മ എടുക്കുകയാണ് വെച്ചാൽ ഞാൻ എടുക്കാം. നാണെടുക്കുക പറഞ്ഞ ഇത് ഇടയ്ക്ക് മാമണ്ണലല്ല നോമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ടോ ചായയിൽ അവിലല്ല പൊരിയിട്ടിട്ട് കഴിക്കണ്. ഇങ്ങനെ ഒരു കുട്ടീനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നാറ്റക്കുട്ടീനെ. എന്താ അവന്റെ ഒരു കളി, അവന്റെ ഒരു JCB. വേഗം പൊട്ടിച്ചോ, അടുത്ത വാങ്ങണ്ടേ? അടുത്ത വാങ്ങണ്ടേ? വേഗം പൊട്ടിച്ചതാ മൂക്കൽ തട്ടി. ഇത് തോനെ വെക്കണ്ടാ വിചാരിച്ചിട്ടേ ഒരു നേരത്തേക്കുള്ളത് മതി കേട്ടോ. മുരിഞ്ഞ കൂട്ടാൻ ഒരു നേരത്തേക്കാകുമ്പോൾ ചോറടാ വേറായിട്ട് അടുപ്പിൽ കിടക്കണുണ്ട് കേട്ടോ. പൊരിയുണ്ട് കൊണ്ടുവന്നാൽ കണ്ടോ നമ്മുടെ ഇവിടെയൊക്കെ അവസ്ഥ. പിന്നില്ലേ നമ്മുടെ ഈ മുരിങ്ങ നമ്മുടെ ഇവിടെ മുളകില്ലേ, പച്ചമുളകല്ല മുളക് പൊടി ഇട്ടിട്ടാണ് ഉണ്ടാക്കുക. ഞാൻ ഇടയ്ക്ക് ഇതേപോലെ പച്ചമുളക് കൂട്ടിയിട്ടുണ്ടാക്കും. എനിക്കിഷ്ടമാണ് കേട്ടോ.
നമ്മുടെ അമ്മല്ലേ പച്ചമുളക് കൂട്ടില്ല. ഞാൻ അരിമുളക് ഉണ്ടെങ്കിൽ അരിമുളകും കൂട്ടും, പച്ചമുളകാണെന്ന് വെച്ചാൽ പച്ചമുളകും കൂട്ടും. ഇപ്പം ഇങ്ങനെ ഇഷ്ടമായി ഓരോരുത്തർക്ക്. നമ്മൾ കഴുകി വെച്ചാട്ടോ. മുരിങ്ങ ഇത് കഴുകുന്ന സമയത്തില്ലേ വെള്ളം എങ്ങനെയായാലും പിടിക്കില്ല കേട്ടാ. കേട്ടോ തിളച്ച് വന്നേ. ഓ മമ്മി അംഗനവാടി പോയി കഴിഞ്ഞിട്ട് വിളിക്കുന്ന പേരുകളാ. പൊന്നു അംഗനവാടി പോയി മമ്മി ആക്കിയല്ല എന്നെ. അമ്മോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മുരിങ്ങ കൂട്ടാൻ കൂട്ടി ചോറുണ്ടോട്ടോ മുന്ന. എടുത്തു പിന്നിയവൻ എടുത്തു JCB. കുറച്ച് ഉപ്പിൻ്റെ ഒരു കമ്മിയുണ്ട് കേട്ടോ. ഞാൻ അതിൽ ഇനി കടുക് താളിച്ചിടുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. കടുക് താളിക്കണോ? വേണോ? എന്താ എന്താ അവിടെ? ഓ എടുത്തോ, കാരണം ഒരു എടുത്തോ. നോക്കണ്ട നീ പൊന്നാരി. കണ്ടോ ചക്കക്കുരു ഇട്ടിട്ട് നമ്മളിങ്ങനെ വെക്കണ പോലെ ആയില്ലേ. കടുക് വേണമെങ്കിൽ താളിക്കാട്ടോ. ഞാൻ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എനിക്ക് പച്ച വെളിച്ചെണ്ണ ഇലക്കറികളിലൊക്കെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ഇഷ്ടമാട്ടോ. ഇവിടെ കടുക് താളിക്കും, കാഞ്ഞിരത്ത് കടുക് താളിക്കില്ല. പിന്നെ മുരിങ്ങതാ വേഗം വേവ് കേട്ടോ. ചിലർ ചോദിച്ചിരുന്നു മുരിങ്ങ എന്താ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എന്താ വറക്കണ സമയത്ത് മുരിങ്ങ വറക്കുമ്പോഴേ വേഗം വേവോ എന്നുള്ളത്. വേഗം വേവില്ലേ മുരിങ്ങ? എൻ്റെ അമ്മയൊക്കെ വേഗം വേവെന്ന് പറഞ്ഞിട്ട് നമുക്കും അങ്ങനെ ഇതാവാറുണ്ട് കേട്ടോ. പിന്നെ തള വന്നു കഴിഞ്ഞ് വെച്ചാൽ ചട്ടിയിൽ നിന്ന് ഗ്യാസ് ഓഫാക്കി വെച്ചാൽ ഇതാണ്ടോ അങ്ങനെ കിടന്ന് തിളക്കിനല്ലേ ചട്ടിയിൽ ഇരുന്നിട്ടൊന്നും കൂടി വെന്തോളും. അപ്പം നമ്മുടെ കറിയായി. കണ്ട തിളക്കിന കണ്ടില്ലേ? ചട്ടിയിൽ വയ്ക്കുമ്പോൾ അതാണ് കേട്ടോ. അങ്ങനെ ഇരുന്ന് നമ്മൾ ഗ്യാസ് ഓഫാക്കുകയും ചെയ്തില്ലേ, അതങ്ങനെ കിടന്ന് വെന്തോളും. ഈ പാത്രത്തിലുള്ളത് കഴുകാനുള്ളത് കഴുകി വെച്ചാൽ അതോടെ ആ പണി കഴിയില്ലേ. കഞ്ഞി വെള്ളേ കുഞ്ഞുണ്ണി ഓടിച്ച് പൊടിക്ക് വരെ എത്തി. ചോറ് വന്നേ. നമ്മൾ ഇന്ന് കുറച്ച് അരി ഇട്ടുള്ളൂ കേട്ടോ. എന്താണെന്നറിയോ, ചോറ് വയ്ക്കുക ചിലപ്പോൾ ചോറ് ആയിരിക്കും വേണ്ടിയില്ല. അപ്പം അതൊന്ന് ഊറ്റും കൂടിയും ചെയ്താൽ കഴിഞ്ഞു. കുഞ്ഞുണ്ണി ഇതാരൻ്റെ ഇപ്പോൾ ഈ കിടക്കണത്? ഓട്ടോറിക്ഷ ബസ് സ്റ്റാൻഡ്. ഓട്ടോ കുഞ്ഞൻ്റെ അതിൻ്റെ ചന്തം പോയാ? അതിൻ്റെ ചന്തം പോയാ? അപ്പോഴേക്ക് JCB കിട്ടിയില്ലേ? നന്നായി. ശബരിമല പോകുമ്പോ വാങ്ങിട്ട് വന്നാ ചൂടാണ്. കുട്ടികളൊന്ന് മാറിക്ക. അരി ചോറ് ചിലപ്പോൾ നമ്മൾ വെച്ചല്ലേ ഇപ്പോൾ തികയില്ല തോന്നും. വെച്ചിട്ടില്ലെങ്കിൽ വെച്ചാൽ തികയും. എന്താ അധികമാവും കേട്ടോ. എന്താ ഞാൻ പറയുന്നത്, വെച്ചാൽ അധികമാവും. വെച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ എന്താ തികയില്ല. അപ്പോൾ നമ്മൾ കുട്ടികളല്ലേ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ വേണമെന്ന് തോന്നിക്കഴിഞ്ഞാലോ. അപ്പം അത് കാരണം ഞാനില്ലേ കുറച്ച് ചുക്കുവെള്ളം വെച്ചിട്ട് ഞങ്ങൾ പോകാൻ വേണ്ടി പുറപ്പെടാൻ നിൽക്കുക കേട്ടോ. 7:15 നിൻ്റെ പുറപ്പെടൽ 10 മിനിറ്റ് കൊണ്ട് എൻ്റെ പുറപ്പെടൽ കഴിയട്ടോ. പോയാൽ കാര്യം ഉണ്ടാവും, അല്ലെങ്കിൽ വെറുതെ പോയിട്ട് വരാം. അപ്പോൾ അതൊക്കെ വേഗം കഴിയും. അപ്പോഴേ നമ്മൾ വിശേഷം നിർത്തുകയാണ് കേട്ടോ. അതാ കണ്ടോ അവിടെ തുണികൾ അതിലെ മക്കളോട് എടുത്ത് വയ്ക്കാൻ പറഞ്ഞില്ല കേട്ടോ. അപ്പോൾ മക്കൾ തുണികൾ എടുത്ത് വെച്ചിട്ടില്ല. ആ തുണികളൊക്കെ ഒന്ന് മക്കളോട് എടുത്ത് വയ്ക്കാനൊക്കെ പറയണേ. അപ്പോൾ ഞങ്ങൾ നാളെ ഇതിന് പോയതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ ഇടാം കേട്ടോ. അപ്പോൾ ടാറ്റാ.